മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാംതരം പൗരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും കേന്ദ്രം ഇപ്പോഴത് നടപ്പാക്കിയിരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിച്ച ആദ്യത്തെ 300 പേരിൽ കേരളത്തിൽ നിന്ന് 6 പേർ ഉള്ളതായി വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ഇവിടേക്ക് കുടിയേറിയവരാണ് ഇവർ. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് പൗരത്വ നിയമ ഭേദഗതി. കേരളത്തിൽ നിന്ന് പൗരത്വം ലഭിച്ച എല്ലാവരും ഹിന്ദു മതസ്ഥരാണ്. ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ നിലപാടും നീക്കവും അറിയാനിരിക്കുന്നതേയുള്ളൂ. അതേസമയം പൗരത്വം കിട്ടാൻ കേരളത്തിൽ ഇതുവരെ ലഭിച്ചത് 500ഓളം അപേക്ഷകളാണെന്ന് സൂചനയുണ്ട്. ഇതിൽ നല്ലൊരു പങ്കും മുസ്ലിങ്ങളുടേതാണ്. വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്തവരാണ് ഇവർ. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരാണ് അപേക്ഷകരിൽ ഏറെയും. അപേക്ഷാ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓൺലൈൻ എന്ന വെബ്സൈറ്റിലൂടെ മാത്രം സമർപ്പിക്കുന്ന അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് കാര്യമായ യാതൊരു പങ്കാളിത്തവുമില്ല എന്നതാണ് വസ്തുത. അപേക്ഷകൾക്ക് അംഗീകാരം നൽകാനുള്ള ഉന്നതാധികാര സമിതി കേന്ദ്ര സെൻസസ് വകുപ്പിലെ ഡയറക്ടർ തല ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ്. ഇതിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ, തപാൽ വകുപ്പ്, റെയിൽവേ ഉദ്യോഗസ്ഥരും അംഗങ്ങളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി ക്ഷണിതാവായി ഉണ്ട് എന്ന് മാത്രം. കേരളത്തിൽ നിന്ന് 6 പേർക്ക് പൗരത്വം നൽകാനുള്ള അപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശ നൽകിയത് സെൻസസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ തപാൽ, റെയിൽവേ, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ എന്നിവയിലെ ഉദ്യോഗസ്ഥരടങ്ങിയ സമിതിയാണ്. ഇതിൽ കേരളത്തിന്റെ ക്ഷണിതാവിന് പ്രത്യേകിച്ച് കൈപൊക്കാനോ കൈ ചുരുട്ടാനോ അവസരമുണ്ടായില്ല. കേരളത്തിന് പുറമെ ലക്ഷദ്വീപിന്റെ ചുമതലയും ഈ ഉദ്യോഗസ്ഥ സമിതിക്കാണ്. ഇപ്പോൾ പൗരത്വം ലഭിച്ച 6 പേരിൽ ചിലർ ലക്ഷദ്വീപിൽ നിന്നുള്ളവരാണെങ്കിലും കേരളത്തിന്റെ ലിസ്റ്റിൽപ്പെട്ടത് അങ്ങനെയാണ്. അപേക്ഷ പരിഗണിക്കാനും അംഗീകരിക്കാനുമുള്ള സമിതികളിൽ നിരീക്ഷക സ്ഥാനത്തിനപ്പുറം ഒരു ഇടപെടലും സാധ്യമാകാത്ത വിധത്തിലാണ് കേന്ദ്രം ചട്ടമുണ്ടാക്കിയത്. അപേക്ഷ പരിഗണിക്കാനും അംഗീകരിക്കാനുമുള്ള സമിതികളിൽ നിരീക്ഷക സ്ഥാനം എന്നതിനപ്പുറം സംസ്ഥാനങ്ങൾക്ക് യാതൊരു ഇടപെടലിനും സാധ്യമാകാത്ത വിധമാണ് കേന്ദ്രം ചട്ടമുണ്ടാക്കിയത്. 1946 വിദേശി നിയമം, 1920 പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവ പ്രകാരം വിസയും പാസ്പോർട്ടും മറ്റു രേഖകളുമില്ലാതെ അന്യരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തി താമസിക്കുന്ന ആരും അനധികൃത കുടിയേറ്റക്കാരുടെ ലിസ്റ്റിൽപ്പെട്ടവരാണ്. എന്നാൽ 1955 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം 11 വർഷമായി ഇന്ത്യയിൽ സ്ഥിരതാമസമായവർക്ക് പൗരത്വം നൽകിയിരുന്നു. ഇത് ഭേദഗതി ചെയ്താണ് മതം അടിസ്ഥാനമാക്കി പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. അനധികൃത കുടിയേറ്റക്കാരുടെ ഗണത്തിൽപ്പെടുന്നവരെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കി ഒന്നാമത്തെ മോദി സർക്കാർ 2015 16 പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ 2019 പുതിയ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ആളും തരവും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. പൗരത്വ നിയമത്തിലെ പുതിയ വ്യവസ്ഥകൾക്കെതിരെ 237 ഹർജികൾ സുപ്രീം കോടതിയിൽ നിലവിലുണ്ട്. വിജ്ഞാപനത്തിലെ ചട്ടം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാത്രം 20 ഹർജികളും ഉണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പ്രധാന ഹർജിക്കാർ. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും TN പ്രതാപനും ഹർജി നൽകിയിട്ടുണ്ട്. സ്റ്റേ ആവശ്യപ്പെട്ട് CPM, DYFI, CPI, സമസ്ത എന്നീ പ്രസ്ഥാനങ്ങളുടെ ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സ്റ്റേ ആവശ്യം കോടതി തള്ളിയെങ്കിലും കേസ് പരിഗണിക്കുന്നതിനിടെ പൗരത്വം അനുവദിച്ച കേസ് ഉണ്ടായാൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഹർജിക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. 300 പേർക്ക് പൗരത്വം നൽകിയ സാഹചര്യത്തിൽ വിഷയം വീണ്ടും സുപ്രീം കോടതിയുടെ മുമ്പാകെ ഉന്നയിക്കപ്പെടും. അത് തീർച്ചയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ 3 ഘട്ടം കൂടി ബാക്കി നിൽക്കെയാണ് ബുധനാഴ്ച 300 പേർക്ക് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകിയത്. ഇതിൽ ഡൽഹിയിൽ പൗരത്വം കിട്ടിയ 14 പേർക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് സർട്ടിഫിക്കറ്റ് കൈമാറി കേന്ദ്ര സർക്കാർ പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കുന്നില്ലെന്ന് പരസ്യ സൂചന നൽകി. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് തടയാനാവില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബംഗാളിൽ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് 300 പേർക്ക് പൗരത്വം കൊടുത്ത് കേന്ദ്ര സർക്കാർ വെല്ലുവിളിച്ചത്.